ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം അരഗണ്ടാണ് എന്നുള്ളതാണ്. ഇത് ഇപ്പൊ സംഭവിച്ച കാര്യമൊന്നുമല്ല ഷാരൂഖ്. 22 വർഷം മുൻപ് താങ്കൾ ആപ്കി അദാലത്തിൽ വന്നിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഓഡിയൻസിൽ ആരോ ഒരാൾ പറഞ്ഞു അമിതാഭ് ബച്ചനാണ് നമ്പർ 1 എന്ന്. അപ്പൊ താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഞാൻ ഗ്രേറ്റസ്റ്റിനേക്കാളും ബെറ്റർ ആണെന്ന്. അന്നത്തെ ആ എപ്പിസോഡ് സാറിൻ്റെ ഇപ്പോഴും ഉണ്ട്. ഉറപ്പായി. ഇല്ലെങ്കിൽ ഞാൻ നിഷേധിക്കുമായിരുന്നു. അന്ന് കുട്ടികളിയാ, കുട്ടികൾ വിവരമില്ലാതെ അങ്ങനെ പലതും പറയുമല്ലോ. അതുകൊണ്ട് പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണെന്ന് കരുതി ക്ഷമിക്കണം ജഡ്ജി സാർ. പിന്നെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചെറിയ പ്രായത്തിൽ എല്ലാവർക്കും കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. എല്ലാവർക്കും തെറ്റുപറ്റും, പക്ഷെ എല്ലാ കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഇപ്പൊ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അത്ര വലിയ ആക്ടർ അല്ലെന്ന്. അന്ന് എനിക്ക് ആക്ടിങ് കുറേശ്ശെ വശമുണ്ടായിരുന്നുള്ളൂ. കുറേശ്ശെ ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നുക. ഇന്ന് 25 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വലിയ വലിയ ആക്ടേഴ്സിന്റെ പ്രാധാന്യം എനിക്ക് അറിയില്ലെന്ന്, എനിക്ക് അത്രയ്ക്ക് വിവരമില്ലെന്ന്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കാരണമാണ് അത് സംഭവിച്ചത്. താങ്കൾ ഇതും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഡയറക്ടറിനൊപ്പം ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ടീഷൻ അംഗീകരിക്കണം, എന്നാൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ. ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിരിക്കണമെന്ന് താങ്കൾ ആദ്യം തന്നെ പറയൂന്നും താങ്കൾ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് നല്ലതാണെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ അത്തരത്തിലുള്ള ആളൊന്നുമല്ല. പക്ഷെ സ്നേഹത്തോടെ എന്തും ചെയ്യൂ. ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ എന്റെ എല്ലാ ഡയറക്ടേഴ്സിനോടും പറയാറുണ്ട്, സ്നേഹത്തോടെ എന്നെ ജോലി ചെയ്യിപ്പിക്കണമെന്ന്, സ്നേഹത്തോടെ പറയണം, സമയത്തിന് വരണമെന്ന് പറയാതെ കുട്ടികളോട് പറയുന്ന പോലെ പറയണമെന്ന്. അതൊരു അരഗൻസ് അല്ല, എന്റെ ആഗ്രഹമാണെന്ന് പറയാം. 50 വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ തന്നെയാ. കുസൃതിക്ക് കുറവൊന്നുമില്ല, എന്റെ ഇഷ്ടപ്രകാരം. ഇപ്പോഴും താങ്കൾ അങ്ങനെ തന്നെയാണോ കരുതുന്നത്? അതായത് ഷാരൂഖ് ഖാൻ എല്ലാരെക്കാളും ഉയർന്ന ആളാണ്? ഈ ലോകം തന്നെ സമ്മതിച്ചല്ലേ. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അതായത് 22 വർഷം മുൻപ് ഞാൻ അരഗണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയല്ല. ഇതെന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് സർ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. പിന്നെ സത്യം ഒരിക്കലും മാറ്റാനാവില്ലല്ലോ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്റലിജന്റ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അല്ല, ഡൽഹി സ്വദേശി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ഒരു ഇതുള്ളത്? ഡൽഹിക്കാർക്ക് എന്ത് വേണേലും പറയാം. ഇത് താങ്കൾ തമാശനൊന്നും പറഞ്ഞതല്ല. നോക്കൂ, എന്റെ അടുത്ത് താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇത് ജാനുവരി 2016 വന്ന മാഗസീനാണ്. ഇതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഈ ലോകത്തെ സെക്കൻഡ് റിച്ചസ്റ്റ് ആക്ടറാണ്, ലോകത്തിലെ. അതെ. അല്ല, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ദുഃഖത്തോടെ പറഞ്ഞത്. ഇത് ഞാനൊരു കംപ്ലൈന്റ് ആയിട്ടാ പറഞ്ഞത്, അല്ലാണ്ട് ഷോ കാണിക്കാൻ പറഞ്ഞതല്ല. ഞാൻ 2ാം സ്ഥാനത്തല്ലേ, 1ാം സ്ഥാനത്തല്ലല്ലോ. 1ാം സ്ഥാനത്ത് എത്താത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒരു കാര്യം പറയാം, ഇതൊരു തെറ്റായ ഇൻഫർമേഷനാണ്. ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥ പറയാം. ഈ ന്യൂസ് വന്ന സമയത്ത് എന്റെ സിനിമ ഹാപ്പി ന്യൂ ഇയർ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഒരു വലിയ സെറ്റ് ഇട്ടിരുന്നു. പിന്നെ കാർ റോഡെന്ന് മുംബൈയിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഡ്യൂസർ കരീം ഞങ്ങളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഷാരൂഖ് സെറ്റ് ഇടാൻ കയ്യിൽ കാശില്ലെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും കല്യാണം നടക്കണ്ടോ നോക്കൂ, ഞാൻ അവിടെ പോയി ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു. സെറ്റ് ഇടാൻ കാശില്ല, കാരണം വലിയ സെറ്റാണ്. ഹാപ്പി ന്യൂ ഇയറിന്റെ ക്ലൈമാക്സിന് വേണ്ടി ഞങ്ങൾ ഒരു വലിയ സെറ്റാ പ്ലാൻ ചെയ്തിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ കാശില്ല, 12 ദിവസത്തിനുള്ളിൽ കാശ് അടയ്ക്കണമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ നോക്കൂ, ഞാൻ ഡാൻസ് ചെയ്തിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളന്ന്. ആ സമയത്താണ് ട്വിറ്ററിൽ ഒരു ന്യൂസ് ഞാൻ കാണുന്നത്. കയ്യിൽ കാശില്ലാത്ത സമയത്ത് ഷാരൂഖ് ഖാൻ ഇസ് ദ സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് എഴുതിയിരുന്നു. ഇതൊക്കെ മോശമല്ലേ? കയ്യിൽ സെറ്റ് ഇടാൻ കാശില്ലാത്തപ്പോഴാണ് ഇങ്ങനെ എഴുതിയിരുന്നത്. ഇത് ശരിക്കും വളരെ വിചിത്രമായിരുന്നു, തമാശ. താങ്കൾ ഇതും പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, അതായത് ഞാൻ വേൾഡിലെ ഇതുപോലത്തെ 2ാമത്തെ ആളാണ്, ഞാൻ ആക്ടിങ്ങിലല്ല ഇത് സമ്പാദിച്ചത്. ഞാൻ ആക്ച്വലി സമ്പാദിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പടത്തിന് കാശൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഇപ്പോഴത്തെ എന്റെ ആക്ടിങ്ങിന് കാശ് ആരും തരൂല്ല. അല്ല, ഞാൻ ആക്ടിംഗ് ആണോ ചെയ്യുന്നത്? ജെന്യൂൻലി ഞാൻ കാശ് വാങ്ങിക്കാറില്ല. ഞാൻ എൻഡോസ്മെന്റ്സിന് വാങ്ങിക്കും, ലൈവ് ഷോസിന് വാങ്ങിക്കും, എന്തിനാണെങ്കിലും ഞാൻ വളരെ അധ്വാനിക്കും. ഞാൻ എപ്പോഴും എന്റെ പ്രൊഡ്യൂസർമാരോട് പറയും, പണം പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, എന്നാലേ പടം നന്നാവുമെന്ന്. സീരിയസ് ആയിട്ട് പറയുക. എന്റെ കൂടെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആപ്കി അദാലത്തിൽ വരികയാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, അവർ തീർച്ചയായും പറയും ഷാരൂഖ് പൈസ വാങ്ങിക്കില്ലെന്ന്. പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, സമ്പാദിക്കുകയാണെങ്കിൽ തരണമെന്ന് പറയും. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ കഴിഞ്ഞ 15-20 വർഷത്തിനിടയ്ക്ക് ആരോടും പടത്തിന് ഇത്ര കാശ് വേണമെന്ന് ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞാൻ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അതിൽ ധാരാളം സമ്പാദിക്കും, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് സത്യമാണ്, ഒരിക്കലും നുണയല്ല. പിന്നെ ഞാൻ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്,
ഫ്ലോപ്പ് സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജെന്യൂനായിട്ട് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ എടുക്കുക എന്ന് വെച്ചാൽ അതൊരു പൂജയാണ്. അതാണ് എനിക്ക് ദൈവം. ഞാനൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു സിനിമയിൽ പ്രവർത്തിക്കാറില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബിസിനസ്സായിട്ടേ കാണൂ. പക്ഷേ ഒരു പടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കാശ് വാങ്ങിക്കാറില്ല. പക്ഷെ പബ്ലിക് ഇങ്ങനെയാണ് കരുതുന്നത്, ഷാരൂഖ് ഖാൻ എന്ത് ചെയ്താലും കാശിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഏത് പ്രൊഡ്യൂസറോട് ചോദിച്ചാലും ശരി, ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തൂക്കിലേറ്റാം, ഞാൻ റെഡിയാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോടും പറയും എനിക്ക് കാശ് വേണ്ടെന്ന്. നിങ്ങൾ ഈ പണം പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് ജെന്യൂനായിട്ട്, അതായത് എൻ്റെ എന്താ പറയുക അതിന്, ദിസ് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് തിങ് ഐ ക്യാൻ ഡു ടു ആക്ട് ആൻഡ് ഫിലിംസ്. അതായത് ഞാൻ ഒരിക്കലും ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടിട്ടില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ചിലര് ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യും, പണത്തിന് വേണ്ടി ചെയ്യും, ഞാൻ മനസ്സിന് വേണ്ടി ചെയ്യും. ഉടലും പണവും മനസ്സും പടത്തിൽ എന്റെ പാർട്ട് ഇതാണ്. തൻ മൻ ധൻ സബ് ഹൈ തേരാ. ഇത് ഞാൻ ഏതെങ്കിലും പെണ്ണിന് വേണ്ടി പറഞ്ഞതല്ല, പടത്തിന് വേണ്ടി. ബിൻ തേരെ ക്യാ ഹൈ മേരാ, സച്ച്മുച്ച് രാത് ദിൻ തേരെ ഗുൻ ഗാതാ രഹൂം. ിരിക്കും അതായത് സിനിമയെ ഉടലുകൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും ഇങ്ങനെ ഞാൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കൽ ഫക്കീറാവും. സത്യമാണ് പറയുന്നത്. ഞാൻ എപ്പോഴും സിനിമ എടുത്തോണ്ടേയിരിക്കും. പിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹോപ്പ് ഇതാണ്, ഞാൻ ഏത് സിനിമ എടുത്താലും ഒരുപാട് പേര് അത് കണ്ട് വളരെയേറെ സന്തോഷിക്കണം. ഇതൊരിക്കലും സമ്പാദിക്കാൻ വേണ്ടിയല്ല. തീർച്ചയായും ഇതുപോലുള്ള സിനിമകൾ എടുക്കും. ഈ കാര്യത്തിൽ ഞാനൊരു നാഷണലിസ്റ്റാ. നമ്മളെടുക്കുന്ന സിനിമ കണ്ടിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ എടുക്കുന്ന ഇന്ത്യയാണെന്ന് പറയണം. ദാറ്റ്സ് മൈ ഡ്രീം. ശരി, ഫിലിമിൽ നിന്ന് താങ്കൾ പണം സമ്പാദിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത്? ആടും പാടും, ഞാൻ പാർട്ടികളിൽ ചെന്ന് ഡാൻസ് ചെയ്യും, അത് പ്രൈഡായി ചെയ്യും, ഷോസ് ചെയ്യും. പിന്നെ മാഷാള്ള എനിക്ക് നല്ല മാർക്കറ്റുണ്ട്. ലൈവ് ഷോയിൽ എന്റെ മാർക്കറ്റ് വളരെ നന്നായി പോകുന്നുണ്ട്. ഞാൻ എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഏകദേശം 20 എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യുവാക്കളോട് ഒരു കാര്യം പറയണം, സത്യസന്ധമായിട്ട് പറയാണ്. കാശ് സമ്പാദിക്കുന്നത്, എന്നിട്ട് നല്ല വീട് വെക്കുന്നത്, നല്ല കാറ് വാങ്ങിക്കുന്നത്, പിന്നെ ഭാര്യയും മക്കളെയും നോക്കുന്നത്, ഇതായിരിക്കണം ഏറ്റവും പ്രധാനം. ചിലർ നിങ്ങളോട് പറയും മെറ്റീരിയൽ വാല്യൂ ചെയ്യരുതെന്ന്. നിങ്ങൾ ഹിമാലയത്തിലേക്ക് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെവിടേക്കെങ്കിലും പൊയ്ക്കോളൂ. പൈസയിലൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കുക, അവർക്കൊരു വീട് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുക. അതായത് ഞാൻ സിനിമ ചെയ്യുന്ന പോലെയൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി വേണം ചെയ്യാൻ. ജെന്യൂൻലി ദൈവം എനിക്ക് ധാരാളം സമ്പത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സമ്പാദിക്കുന്നുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്ത് സമ്പാദിക്കുന്നു, അതും വളരെ സന്തോഷത്തോടെ സമ്പാദിക്കുന്നു. 22 വർഷം മുൻപ് താങ്കൾ ഇവിടെ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി പോക്കറ്റിൽ പണം വെച്ചുകൊണ്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയെന്ന്. അതെ, എന്നോട് ജനങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അതെ, അദ്ദേഹം കാശ് വാങ്ങിച്ച എന്തും ചെയ്യൂ, അത്ര വലിയ ജേർണലിസ്റ്റ് ആണെന്ന്. ആ ഒരു 6-7 മാസത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ചെന്ന് എനിക്ക് ഈ അവാർഡ് വേണമെന്ന് പറഞ്ഞു. ഐ തിങ്ക് ബാസികറാണെന്ന് തോന്നുന്നു. ഞാനതിൽ വളരെ നന്നായി അഭിനയിച്ചിരുന്നു. അതായത് തോറ്റു ജയിക്കുന്നവരെ ബാസികർ എന്ന് പറയും. സോ ഞാനൊരു വിഡ്ഢിയെപ്പോലെ അവിടെ ചെന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾ കാശ് തന്നാൽ അവാർഡ് തരുമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. എന്റെ കയ്യിൽ 250-300 രൂപയേ ഉള്ളൂ, ഇപ്പോൾ ഇത് വാങ്ങിച്ചോളൂ, ബാക്കി ഇൻസ്റ്റാൾമെന്റിൽ തരാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് അത് ഷെയിമായി പോയി. നല്ല മനുഷ്യനായിരുന്നു. ഷാറുഖ്, ദാറ്റ്സ് നോട്ട് ട്രൂ, അങ്ങനെയൊന്നും ഇവിടെ. അത് ഞാൻ പബ്ലിക്കായി തന്നെ ചോദിച്ചു. പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയും ഇക്കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ശരിക്കും മാപ്പ് ചോദിച്ചു, സാർ അറിയാതെ പറഞ്ഞാണ്, ക്ഷമിക്കണമെന്ന്. കാരണം അങ്ങനെയല്ലായിരുന്നു. ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് കാശ് കൊടുത്ത് വാങ്ങിച്ചാണെന്ന് ആളുകൾ പറയരുതല്ലോ, അല്ലേ? സർ, എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വിജയത്തിന്റെ പുറകിൽ നിങ്ങളുടെ അമ്മയാണെന്ന് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അമ്മ ദൈവത്തിന്റെ ചെവി പിടിച്ച് ദൈവത്തിന്റെ ചെവിയിലൂടെ താങ്കളെ സക്സസ്ഫുൾ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർ, അടുത്ത 25 വർഷത്തിന് ശേഷം താങ്കൾ ഒരു സക്സസ്ഫുൾ ആളായിരിക്കും. ഈ വേൾഡിലെ ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ ആയിരിക്കും. സെക്കൻഡ് സർ, എന്റെ കാഴ്ചയിൽ നിങ്ങൾ സർ ഫസ്റ്റ്. സർ, താങ്കൾ ഇപ്പോഴും സിനിമകൾ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ സർ? താങ്കൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അബ്സല്യൂട്ട്ലി. ഞാനൊരു കാര്യം പറയാം. ദൈവാനുഗ്രഹത്താൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകരുത്, ഈ ലോകം വിട്ടു പോകരുത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇത് എല്ലാവർക്കും സംഭവിക്കും. എനിക്ക് കുറച്ച് ചെറുപ്പത്തിൽ നടന്നുവെന്ന് മാത്രം. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയിരുന്നിരിക്കാം. അവർക്ക് അത്രയേ ആയുസുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും എനിക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അവർ ദൈവത്തിന്റെ അരികിൽ ഇരിപ്പുണ്ടാവുമെന്ന്. അവർ ദൈവത്തോട് പറയും, എന്റെ മകന് ഒരു ആപത്തും ഉണ്ടാവരുതെന്ന്. സത്യത്തിൽ ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും ഒരാഴ്ചയിൽ 2-3 ദിവസം എന്റെ മക്കളുടെ കൂടെ എന്റെ വീടിന്റെ ടെറസിൽ പോയി നിൽക്കാറുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ മോളിൽ കാണുന്ന 2 നക്ഷത്രങ്ങളാണ് എന്റെ അച്ഛനും അമ്മയും. ഞാൻ അവിടെ നിന്നുകൊണ്ട് അവരെ നോക്കി താങ്ക്സ് പറയും, സന്തോഷിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, അതാ നോക്കി, അതാണ് നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്ന്. അവർക്ക് ഹലോ പറയാൻ പറയും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഡ്ഢിത്തരമായി തോന്നാം, എന്നാലും പ്രെയർ ചെയ്തിട്ട് ഞങ്ങൾ വരും. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ സിനിമ കാണുന്നവർ സന്തോഷിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതൂ. അതായത് എനിക്ക് കിട്ടിയതിനൊന്നും ഞാൻ യോഗ്യനാണെന്ന് ഞാൻ എപ്പോഴും കരുതിയിട്ടില്ല.
പിന്നെ ആ യോഗ്യത നേടാനുള്ള ശ്രമത്തിൽ, അതായത് എപ്പോഴും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും എനിക്ക് ഇങ്ങനെ തോന്നണം, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം, അതിനുള്ള അവകാശം തീർച്ചയായും എനിക്കുണ്ടെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്.